ഏവർക്കും നമ്മുടെ ബ്ലാക്ക് മീലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നേ കൊണ്ടുവാ ഇതേപോലത്തെ ഒരു സീലിംഗ് മെഷീനുമായിട്ടോ. അപ്പോൾ നമ്മുടെ പയറും വീട്ടിൽ പരിപ്പ് അതേപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് സീൽ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു മെഷീനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വെറും 70 രൂപയ്ക്കാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീട്ടിലേക്ക് ഇടാറോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ സീലിംഗ് മെഷീൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തല്ലോ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു ജസ്റ്റ് ഒരു അളവ് നോക്കിയാൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു സാധാരണ ഒരു പീസ്, ഒരു ചെറിയൊരു പലകേൻ്റെ ഒരു പീസ് നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പീസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ 2 സ്ക്രൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ മേക്കിങ്ങിലേക്ക് കിടക്കുന്നതിന് നമുക്ക് ഒരു സാധനം കൂടെ ആവശ്യമാണ്. ഇത് നമ്മുടെ പഴയ ഇസ്തിരിപ്പെട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു കോയിലാട്ടോ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇലക്ട്രിക് കടയിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് കിട്ടും. ഏകദേശം 40 രൂപ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ പേപ്പർ കോയിൽ എന്നാട്ടോ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കൊടുത്ത പേപ്പർ കൊണ്ടായിരിക്കും ഇതിനെ പേപ്പർ കോയിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ചുരുണ്ട് കിടക്കുന്ന ഈ കമ്പി ആട്ടോ. കണ്ടില്ല, ഈ കമ്പി നമുക്ക് വീഡിയോ കാണുന്നത് പോലെ നൈസിന് അങ്ങ് അഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ പാക്കിംഗ് മെഷീൻ്റെ അതേ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിക്രോം വയർ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്ക്രൂ കൊടുത്ത ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിക്രോം പമ്പി നമുക്ക് ഈ സ്ക്രൂവിൽ അങ്ങ് ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിക്രോം പമ്പി വീഡിയോ കാണുന്നത് പോലെ കറക്റ്റ് സ്ട്രെയിറ്റ് വെച്ചതിന് ശേഷം കറക്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. എന്നാലേ നമ്മുടെ സീലിംഗ് മെഷീൻ നല്ല രീതിയിൽ തന്നെ സീലാവുള്ളൂ കേട്ടോ. നമ്മുടെ അടുത്ത ആ സ്ക്രൂ ഇല്ലേ, അവിടെ അങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവനെ അങ്ങ് ടൈറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സീലിംഗ് മെഷീൻ്റെ ഏകദേശം ഫസ്റ്റ് സ്റ്റേജ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു വയർ എടുത്തിട്ടുണ്ടോ, നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഈ കമ്പിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് സ്ക്രൂ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ 2 ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വയറുകൾ കൊടുത്തെടുത്തിട്ടുണ്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കാണുന്ന സാധനം നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് പുതിയൊരു സാധനം ആവശ്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണിയൊക്കെ ഇടുന്ന ക്ലിപ്പ് കണ്ടിട്ടില്ലേ, അത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ വെച്ച് അങ്ങ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ഐറ്റം എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പുതിയ ഐറ്റം ഇല്ലേ, നമുക്കിതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ നമ്മുടെ സീലിംഗ് മെഷീൻ്റെ രൂപ ഏകദേശം ആവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇവിടെ വെച്ചാൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതേപോലത്തെ ഒരു പൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഒരു വയറിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതേപോലത്തെ ഒരു പ്രസ്സിങ് സ്വിച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മാത്രം സപ്ലൈ പാസ്സാവുന്ന സ്വിച്ച്. അപ്പോൾ നമ്മൾ എന്തുണ്ട്, അതിൻ്റെ ഒരു എൻഡിലേക്ക് വീഡിയോ കാണുന്ന വിധത്തിൽ ഇതങ്ങ് ചുറ്റിയെടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് വയർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നിൽക്കുന്ന ഒരു കണക്ടറിലേക്ക് നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാം, ഈ വയർ അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ 2 വയർ ഇതിൽ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പൈപ്പില്ലേ, ആ പൈപ്പ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ സ്വിച്ചിനെ അടുപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫ്ലെക്സ് ചെയ്യാം, അധികമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഈ സീലിംഗ് മെഷീനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഈ സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ സ്വിച്ച് അങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ ഫീമെയിൽ സോക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ ഈ സൈഡിലായിട്ട് ഒടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സീലിംഗ് മെഷീനിൽ നിന്ന് വരുന്ന ഈ ഒരു വയർ ഉണ്ടല്ലോ ബാക്കി നിൽക്കുന്നത്, അത് നമ്മുടെ പോസിറ്റീവിലും, അടുത്തായിട്ട് നമ്മുടെ സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു വയർ നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി ഏകദേശം അങ്ങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ പാക്കിംഗ് മെഷീൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സീലിംഗ് മെഷീനിലേക്ക് ആവശ്യമായി പവർ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ കുത്തിയതിന് ശേഷം നമ്മുടെ അഡാപ്റ്റർ എന്ത് ചെയ്യാം, നമുക്കിവിടെ പ്ലഗ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ സ്വിച്ചിൻ്റെ നമ്മുടെ പാക്കിംഗ് മെഷീൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ നമ്മുടെ പാക്ക് ചെയ്യുന്ന കവറില്ലേ, അതും അതുപോലെ തന്നെ കുറച്ച് സോയാബീൻ, നമ്മുടെ സോയാബീൻ ഇല്ലേ, അതും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഇവിടെ വെച്ച് നമുക്കൊന്ന് പാക്ക് ചെയ്ത് നോക്കാം, എങ്ങനെ നടക്കുമെന്ന് അറിയണ്ടേ. നമുക്ക് എന്ത് ചെയ്യാം, അമർത്തി അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അമർത്തി അങ്ങ് പിടിച്ചിട്ട് അപ്പോൾ കഴിച്ച് അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 10-20 സെക്കൻഡ് ഇതൊന്ന് അമർത്തി പിടിക്കാം കേട്ടോ. അപ്പോൾ കഴിച്ച് എങ്ങനെ ഏകദേശം ഒരു 20 സെക്കൻഡ് ആയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം, ഇത് പാക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയണ്ടേ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാക്ക് ആയിട്ട് കണ്ടില്ലേ, നല്ല സെറ്റപ്പായിട്ട് നമ്മുടെ അത് പാക്ക് ആയിട്ടുണ്ട് കണ്ടില്ലേ. ഒരു ഇച്ചിരി പോലും ഞാൻ ഇതാണ് കുലുക്കുന്നുണ്ട് കിടന്നിട്ട്. പാക്കായി, നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്കായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിനെക്കാട്ടും വലിപ്പം കുറഞ്ഞ് നമ്മുടെ പരിപ്പില്ലേ, പരിപ്പ് ഇതുപോലെ നമ്മളൊക്കെ പകുതി പൊട്ടിച്ച് വെക്കുന്ന നമ്മുടെ പരിപ്പ്, അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് കണ്ടില്ലേ, പരിപ്പിനാകെ എത്ര വലിപ്പമേ ഉള്ളൂ കണ്ടില്ലേ. ഇത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നമ്മുടെ സീലിംഗ് മെഷീനിൽ വെച്ചൊന്ന് സീൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇത്ര ചെറിയ സാധനങ്ങൾ വരെ സീൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 20 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കൈ എടുക്കാൻ പോകാം കേട്ടോ.
ഇനി നമ്മൾ നോക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ പരിപ്പിന്റെ പാക്കറ്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ പാക്ക് ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ഇതേപോലത്തെ പാക്കറ്റ് ചില്ലിയും അതേപോലെ തന്നെ ഇറച്ചി മസാല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുമ്പോൾ ഇത് കുറെ ബാക്കി വരാറുണ്ട്. നമ്മുടെ പാത്രത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഈ സാധനം ബാക്കി വരും. അപ്പൊ ഇത് വെറുതെ നമ്മൾ അവിടെ ഇടല പരിപാടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതും നമ്മുടെ ഇത് വെച്ചിട്ട് സീലിംഗ് മെഷീൻ വെച്ച് സീൽ എടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കി നോക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചില്ലി പൗഡർ ഏകദേശം സെറ്റായി എടുത്തു കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ സീലായി നമുക്ക് തിരിച്ചു നോക്കാം കേട്ടോ. സീലായോ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചില്ലി പൗഡർ സീലായി കണ്ടോ. നമുക്ക് ഇതേപോലെ നമ്മുടെ സീലിംഗ് മെഷീൻ വെച്ചിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് കട്ട് ചെയ്യുക, അതേപോലെ തന്നെ എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്ക് സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യും. നമ്മൾ പ്രതീക്ഷിച്ചില്ല നമ്മുടെ സീലിംഗ് മെഷീൻ ഇതുപോലെ വർക്ക് ചെയ്യും കേട്ടോ. സംഭവം നല്ല രീതിയിൽ തന്നെ സീലാവുന്നുണ്ട്. നമ്മൾ പൊടി ഐറ്റംസ് വരെ നമ്മൾ സീൽ ചെയ്ത് നോക്കിട്ടോ, നല്ല രീതിയിൽ സീലാവുന്നുണ്ട്. അപ്പം വെറും 70 രൂപേൻ്റെ വെർത്തുള്ളൂ കേട്ടോ. നമ്മൾ ആ ഫ്ലൈവുഡ് പീസ് നമ്മൾ വീട്ടിലുള്ള എടുത്താണ്, അതേപോലെ ആ ഒരു അഡാപ്റ്റർ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്താണ്. അത് എക്സ്ട്രാ വാങ്ങാൻ കുറച്ചുകൂടി പൈസ വരും. എന്നാലും സാറിൽ നമുക്ക് അടിപൊളിയായിട്ട് ഐറ്റംസ് ഒക്കെ സീൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ പറ്റുകയാണെന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ, സീ യു.